നമസ്കാരം. ECHS ബെനിഫിഷ്യറി ആപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ECHS ഉപഭോക്താക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഈ ചാനലിലൂടെ ECHS ബെനിഫിഷ്യറി ആപ്പിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലില്ലാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അത് കാരണം വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി എന്ന് വരും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓരോരോ മേഖലയും വ്യക്തമായി മനസ്സിലാക്കാനും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ECHS ബെനിഫിഷ്യറി ആപ്പ് എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ECHS ബെനിഫിഷ്യറി ആപ്പിൻ്റെ ഒരു സിമ്പിളുള്ളത് ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിന് മുമ്പത്തെ വെർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആപ്ലിക്കേഷൻ ആദ്യം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴ്ഭാഗത്ത് ലോഗിൻ, രജിസ്ട്രേഷൻ, മോർ ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ECHS ബെനിഫിഷ്യറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ രജിസ്ട്രേഷന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് കാർഡിൻ്റെ നമ്പർ ഇതിൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് കാർഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് 12 ഡിജിറ്റ് നമ്പർ ആയിരിക്കും നിങ്ങളുടെ സ്മാർട്ട് കാർഡിൽ കാണുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവസാനത്തെ 7 നമ്പർ ഇതിൽ എൻട്രി ചെയ്താൽ മതി. മുഴുവൻ നമ്പറും ചിലപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ഒരു ഇൻവാലിഡായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാനമുള്ള 7 നമ്പേഴ്സ് ആദ്യം എൻട്രി ചെയ്യുക. അതിനുശേഷം സെറ്റ് ന്യൂ 4 ഡിജിറ്റ് മൊബൈൽ പിൻ, നിങ്ങൾക്കൊരു 4 അക്ക നമ്പർ ഉള്ള ഒരു മൊബൈൽ പിൻ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അത് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP വരികയും ആ OTP വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ വരിക. അവിടെ നിങ്ങളുടെ സ്മാർട്ട് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതും 7 നമ്പേഴ്സ് എൻ്റർ ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ 4 ഡിജിറ്റ് മൊബൈൽ പിൻ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരത്തെ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ച ആ 4 അക്ക നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാവുന്നതാണ്. പഴയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തവർ ആൾറെഡി രജിസ്ട്രേഷൻ ചെയ്തവരായിരിക്കണം. അവർക്ക് ആ ഒരു 4 ഡിജിറ്റ് മൊബൈൽ പിൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് തന്നെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതർവൈസ് നിങ്ങൾ ആ ഒരു പിൻ മറന്നുപോയെങ്കിൽ ഇതിൽ റീസെറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റീസെറ്റ് പിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പിൻ അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP വരികയും ആ OTP വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് റീസെറ്റ് പിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ECHS കാർഡ് നമ്പർ, 4 അക്ക പിൻ നമ്പർ എന്നിവ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ മുകൾ ഭാഗത്തായി നിങ്ങളുടെ പേര്, അതോടൊപ്പം തന്നെ കാർഡ് നമ്പർ, മൊബൈൽ നമ്പർ, കാർഡിൻ്റെ വാലിഡിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ പാരൻറ്റ് പോളിക്ലിനിക് ഇൻഫർമേഷനും കിട്ടും. നിങ്ങളുടെ പാരൻറ്റ് പോളിക്ലിനിക് ഏതാണ്, നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ ഏതാണ് എന്നും അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതിന് തൊട്ട് താഴെയാണ് ഈ ഒരു സർവീസസ് എന്നൊരു ഓപ്ഷൻ വരുന്നത്. ഇതിലെ ഓരോരോ സർവീസസ്, സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഒന്നാമത്തത് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നാണ്. ECHSൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ സെലക്റ്റായി വരും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് പോളിക്ലിനിക്ക് ഏതാണെന്ന് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെ ഡേറ്റ് കാണും. എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള 7 ദിവസത്തെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. അല്ലാതെ 1 മാസത്തെ മുമ്പുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് തുടങ്ങി 7 ദിവസത്തിനകത്തുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഏത് ഡേറ്റ് ആണോ വേണ്ടത് ആ ഡേറ്റ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് ഡോക്ടർ എന്നതിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത പോളിക്ലിനിക്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ഡേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡോക്ടറെ തിരഞ്ഞെടുക്കാവുന്നതാണ്.
നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഏത് സ്ലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. 8 മണി മുതൽ 1 മണി വരെയുള്ള സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ നിന്നും ഏത് സ്ലോട്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു അലർട്ട് മെസ്സേജ് ലഭിക്കും. യുവർ അപ്പോയിൻമെൻറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ബുക്ക്ഡ് എന്നുള്ളതായിരിക്കും. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോം പേജിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോയിൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് സമയമൊക്കെ അതിൽ വ്യക്തമായിട്ട് ലഭിച്ചിരിക്കും. ഇതിൽ രണ്ടാമത്തെ സംഗതി റെഫറൽ ഹിസ്റ്ററിയാണ്. നിങ്ങൾ ചികിത്സ തേടി പോയപ്പോൾ ECHSൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൻസൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് കാർഡ് ഹിസ്റ്ററി ആണ്. നിങ്ങൾ ഈ സ്മാർട്ട് കാർഡ് എത്ര പ്രാവശ്യം ഉപയോഗിച്ചുവെന്നും ഏതൊക്കെ പോളിക്ലിനിക്കിൽ ഉപയോഗിച്ചു എന്നുള്ള വ്യക്തമായ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി വരുന്നത് അപ്ഡേറ്റ് ആനുവൽ വാലിഡേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഡിപ്പെൻഡൻസിന് ആനുവൽ വാലിഡേഷൻ ഇനി ചെയ്യേണ്ടതുണ്ടോ, അവരുടെ വാലിഡിറ്റി എത്ര നാളാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ആനുവൽ വാലിഡേഷൻ ഇതുവഴി ചെയ്യാനായിട്ട് സാധിക്കില്ല. ആനുവൽ വാലിഡേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രീവിയസ് എൻ്റെ ഒരു വീഡിയോ ഇതിൽ തന്നെയുണ്ട്. അതിൻ്റെ റെഫറൻസ് കൂടി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തതായി ബ്ലോക്ക് കാർഡ് എന്നുള്ളതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്നത് അപ്ലൈ ലോസ്റ്റ് കാർഡ് എന്നുള്ളതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ കാർഡ് നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഈ ലിങ്ക് വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ലിങ്ക് ഇതുവരെയായിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ ലിങ്ക് ഓപ്പൺ ആയിട്ട് കിട്ടില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ട് ഭാവി കാലത്ത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ള പോളിക്ലിനിക് ചേഞ്ചാണ്. പല ആൾക്കാരും ചിലപ്പോൾ പാരൻ്റ് പോളിക്ലിനിക്കിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ മാറി പുറത്ത് ജോലിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സെറ്റിൽഡ് ആയവരുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ ഇന്ത്യയിൽ ഏത് സൈഡിലത്തേക്കുള്ള പോളിക്ലിനിക്കിലേക്ക് നമ്മുടെ ഒരു പാരൻ്റ് പോളിക്ലിനിക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ഇതുവഴി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുള്ള ആപ്ലിക്കേഷൻ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അപ്രൂവലും ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ നല്ല ഒരു സംവിധാനമാണ് ഈ ഒരു പോളിക്ലിനിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പാരൻ്റ് പോളിക്ലിനിക്കിൽ പോയി തന്നെ ചെയ്യേണ്ടതായിട്ടൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്കത് നേരിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അടുത്തുള്ളത് കാർഡ് എലിജിബിലിറ്റിയാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ വാലിഡേഷൻ ആനുവൽ വാലിഡേഷൻ നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെ ചെയ്തില്ലയോ അത്തരത്തിലുള്ള കാർഡുകളൊക്കെ തന്നെ ഇൻഎലിജിബിളായിട്ട് മാറാറുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് എലിജിബിലിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. ഇതുവഴി നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ കാർഡ് എലിജിബിൾ ആണോ മുമ്പോട്ടുള്ള ചികിത്സയ്ക്കൊക്കെ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെ കാർഡ് എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ളത് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷനാണ്. ഇതിൽ ECHS പോളിക്ലിനിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ എംപാനൽഡ് ഹോസ്പിറ്റലിലെ സേവനങ്ങളെയൊക്കെ കുറിച്ച് ഇനിയും ബെറ്റർ ആക്കണം എന്നൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ മൂന്നാമതായിട്ട് മോർ ഓപ്ഷൻ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് കൂടെ പറഞ്ഞു പോകാം. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കാർഡ് സ്റ്റേറ്റസ്. ഇത് ECHS കാർഡിന് അപ്ലൈ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ കയ്യിൽ ഇതുവരെ കാർഡ് ലഭിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കാർഡ് സ്റ്റേറ്റസ് എന്താണെന്ന് അറിയാൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ECHS കോൺടാക്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പോളിക്ലിനിക് അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ പോളിക്ലിനിക് അതല്ല എങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏത് പോളിക്ലിനിക്കിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ മീൻസ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അഡ്രസ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ECHS കോൺടാക്റ്റിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ടുള്ള ക്ലെയിം സ്റ്റേറ്റസ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ക്ലെയിമുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, റീഇംബേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലെയിമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലെയിമിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണെന്നുള്ളൊരു ക്വയറി നിങ്ങൾക്ക് ഇതുവഴി
ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്ലെയിമിൻ്റെ ID എന്തായാലും നിങ്ങൾ കിട്ടിക്കാണും. ആ ഒരു ID ടൈപ്പ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സ്റ്റേറ്റസ് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് ഉള്ളത് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഏതൊക്കെ എംപാനൽഡ് ഹോസ്പിറ്റൽസ് ആണ് ഉള്ളതെന്നും ഓരോരോ ഹോസ്പിറ്റലിലും ലഭിക്കുന്ന ചികിത്സാ രീതികളെക്കുറിച്ചും ഏതൊക്കെ ചികിത്സയ്ക്ക് എവിടെ നമുക്ക് പോകാം എന്നുള്ള വിശദമായ വിവരങ്ങളൊക്കെ തന്നെ ഈ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസിൽ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഉള്ളത് ECHS സ്പർശ് വോളണ്ടിയർ സർവീസാണ്. ആതുര സേവന രംഗത്ത് നിങ്ങൾ തത്പരരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ECHS സ്പർശ് വോളണ്ടിയർ സർവീസിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്പ് ബോട്ടാണ്. ഏത് രീതിയിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുള്ള വ്യക്തമായ മറുപടി ഈ ഒരു ഹെൽപ്പ് ബോട്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് FAQ ആണ്. നിങ്ങൾക്ക് അതിൽ ചോദ്യവും ഉത്തരവൊക്കെ നോർമൽ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യവും ഉത്തരവൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് സംശയങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ മോർ ഓപ്ഷൻ എന്നുള്ള ബട്ടൺ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലോഗിൻ ചെയ്യാതെ തന്നെ ഈ ഒരു മോർ ഓപ്ഷൻ ബട്ടൺ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് മുഖാന്തരം നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ECHS കോൺടാക്ട്സ് ഒക്കെ തന്നെ ലഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ഒരു കാർഡിൻ്റെ നമ്പർ കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അവസാനമായിട്ടുള്ളത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. പുതിയ എന്തെങ്കിലും വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങളെ പോളിക്ലിനിക്കിൽ നിന്നുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സ്മാർട്ട് കാർഡ് ഹിസ്റ്ററി അത് ആൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചേഞ്ച് പിൻ, നിങ്ങളുടെ പിൻ നമ്പർ വേണമെങ്കിൽ ഇതുവഴി ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഏറ്റവും താഴെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ശേഷം ലോഗൗട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വ്യക്തമായ പിക്ചർ നിങ്ങൾ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു ECHS ബെനിഫിഷ്യറി ആണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ECHS ബെനിഫിഷ്യറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും ഈ വിവരം ഒന്ന് പങ്കുവയ്ക്കുക. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ജയ് ഹിന്ദ്.